ഇന്നൊരു യമനി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. നല്ല ലെയറോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള യമനി റൊട്ടിയും അതിൻ്റെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന യമനി ലഹസയും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് റൊട്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ചോറാണ് ആവശ്യം. മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുത്ത് അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഈ അരച്ചെടുത്തിട്ടുള്ള ചോറ് വലിയൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിക്കനുസരിച്ചിട്ട് ചിലപ്പം ചോറിൻ്റെയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയോ ആവശ്യം കുറയോ കൂടുതലോ വരും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കൈ വെച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് ചപ്പാത്തി മാവ് പോലെ റെഡിയാക്കി എടുക്കുക. ഇനി ഇതിൽ നിന്ന് ഓരോ ബോളെടുത്ത് നമ്മൾ ചപ്പാത്തിക്ക് ബോളെടുക്കുന്ന പോലെ തന്നെ ബോളെടുത്ത് അല്പം മൈദ തൂവി ഇതൊന്ന് പരത്തിയെടുക്കണം. ആദ്യം നമുക്കിത് വട്ടത്തിൽ നല്ലതായിട്ടൊന്നും പരത്തണ്ട, ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. കാരണം നമ്മൾ പരത്തിയെടുത്ത ഈ ഒരു മാവിനകത്ത് അല്പം ഓയിൽ ഒഴിച്ച് ഇതൊന്ന് സ്ക്വയറായിട്ട് മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യമനി റൊട്ടി എന്ന് പറയുന്നത് സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ സ്ക്വയറായിട്ട് മടക്കിയെടുക്കുക. എല്ലാം മടക്കി ഒരു സൈഡിൽ വെക്കുക. എന്നിട്ട് ആദ്യം മടക്കി എടുത്തിട്ട് പരത്തിയെടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് സോഫ്റ്റായിട്ട് പരന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം എണ്ണ തടവി വെച്ചിട്ടുണ്ടായിരുന്ന സ്ക്വയറായിട്ട് മടക്കി വെച്ചിട്ടുണ്ടായിരുന്ന റൊട്ടിയാണിത്. അത് നന്നായിട്ട് ഇതുപോലെ തിന്നായിട്ട് പരത്തിയെടുക്കുക, സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കുക. ഇനി ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഇല്ലാണ്ട് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓയിൽ ഒഴിച്ച് ഒരു പൊറോട്ടയുടെ പരുവത്തിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. നമുക്കിത് കഴിക്കുമ്പോൾ ശരിക്കും ഒരു പൊറോട്ട കഴിക്കുന്ന പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ വേറെയും ഇതുപോലെ നമ്മൾ സ്ക്വയർ ചപ്പാത്തി കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. 2 സൈഡിലായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അതിനകം നല്ല ലെയറായിട്ട് നല്ലതായിട്ട് ഫ്ലഫി ആയിട്ട് തന്നെ വരും. മുഴുവൻ നമുക്കിതുപോലെ പരത്തി ചുട്ടെടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പൊറാട്ടയൊക്കെ അടിച്ചെടുക്കില്ലേ, അതുപോലെ അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നല്ല ലെയറോട് കൂടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നമ്മളിതിൽ ചോറ് ചേർത്തിട്ടുണ്ടെന്നേ അറിയില്ല കേട്ടോ. ശരിക്കും പൊറോട്ട കഴിക്കുന്ന പോലെയാണ് ഉണ്ടാവുക. ഈ ഒരു യമനി റൊട്ടി ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യമനി ലഹസ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഏകദേശം കാണുമ്പോൾ നമുക്കൊരു ഷഷൂക്ക പോലെയൊക്കെ തോന്നും, പക്ഷേ ഷഷൂക്ക അല്ല കേട്ടോ. ലഹസ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫ്രൈ പാനിനകത്തേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സൺഫ്ലവർ ഓയിൽ എടുക്കുക. ഇതിനകത്തേക്ക് 2 വലിയ സവാള വളരെ പൊടിയായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെ അരിഞ്ഞെടുക്കുക. അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ല സോഫ്റ്റായി വരുന്നതുവരെ വഴറ്റി ഇതിലേക്ക് 2 പഴുത്ത ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ 2 ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നല്ല എരിവുള്ള 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1.5 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ പെപ്പർ പൗഡറും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല, കാരണം ഈ സോസ് ഇത്തിരി സ്പൈസി ആയിട്ടുള്ളതാണ്, അതുകൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് ബാർബിക്കിനൊക്കെ എടുക്കുന്ന ടൊമാറ്റോ സോസാണ്. അപ്പോൾ ശരിക്കും നമുക്കിതിലേക്ക് വേണ്ടത് ടൊമാറ്റോ പേസ്റ്റാണ്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അത് എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ടൊമാറ്റോ സോസ് എടുത്തത്. 2 ടേബിൾ സ്പൂണാണ് ചേർത്തത് കേട്ടോ. അത് നല്ലതായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ വരുന്നത് പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ക്രീം ചീസ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോസറല്ല ചീസും എടുക്കാവുന്നതാണ് കേട്ടോ. ഒന്ന് മൂടി വെച്ച് ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം മല്ലിയില തൂവി കൊടുക്കാം. ഭംഗിക്ക് വേണ്ടിയിട്ട് അല്പം പാപ്രിക്ക പൗഡറും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള യമനി ലഹസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ട, അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിപ്പാണ്. ഇതുപോലെ നമുക്ക് ഈ ഒരു യമനി റൊട്ടി ഈ ഒരു ലഹസയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.